അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സുകാർക്ക് നാളെ വ്യാഴാഴ്ച താരീഖ് പരീക്ഷയാണ്. താരീഖിന്റെ 2 ചോദ്യപേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇനിയൊരു റിവിഷൻ വീഡിയോ പിന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതിനൊന്നും ഇനി സമയമില്ല. അതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയും ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളെ കേരളത്തിൽ നടന്ന ചോദ്യപേപ്പറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൾഫ് നാടുകളിൽ നടന്ന പരീക്ഷന്റെ ചോദ്യപേപ്പർ, അത് രണ്ടും കൂടി നോക്കും ഇൻഷാ അള്ളാ. ഏകദേശം ചോദ്യങ്ങൾ ഈ 2 ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങളെ ഏകദേശം പരീക്ഷയ്ക്ക് വരുള്ളൂ. എല്ലാ കൊല്ലവും ആവർത്തിച്ച് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലാതെ പുതിയ പുതിയ ചോദ്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കണ്ട. ഇൻഷാ അള്ളാ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ ഹലീമ ബീവി, ആമിന ബീവി, സുവൈബത്തുൽ അസ്ലമിയ്യ റളിയല്ലാഹു അൻഹ. ആരാണ് ഹലീമ ബീവി? ഹലീമ ബീവിയുടെ മകൻ ഹംസ റളിയല്ലാഹു അൻഹു, അബൂ ത്വാലിബ്, ലംറത്ത്. ആരാണ് ലംറത്ത്? അടുത്ത് ജുർഹും ഗോത്രത്തിലാണ് അബൂ സുഫിയാൻ, അദ്നാൻ, അബ്ദുൽ മുത്തലിബ്. ഏതാണ് അദ്നാൻ? അടുത്ത ഖുറൈശ് ഗോത്രത്തിലാണ്, ഇവിടെയാണ് ജുർഹും ഗോത്രത്തിലാണ് അദ്നാൻ. കണ്ടോ, ഖുറൈശ് ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ്. അപ്പോൾ ജുർഹും ഗോത്രത്തിൽ ആരാണ്? അദ്നാൻ. ഖുറൈശ് ഗോത്രത്തിൽ ആരാണ്? അബ്ദുൽ മുത്തലിബ്. ഖുറൈശ് ഗോത്രത്തിലാണ് അബ്ദുൽ മുത്തലിബ്. അടുത്ത് ബനു സുഹ്റ ഗോത്രക്കാരാണ് വഹബ്, ഹാഷിം, അബൂബക്കർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബനു സുഹ്റ ഗോത്രക്കാരി ആരാണ്? ബഹുമാനപ്പെട്ട ആരാണ്? ആമിന ബീവിയാണ്, അല്ലെ? അപ്പൊ ആമിന ബീവിന്റെ ഉപ്പാന്റെ പേരാണെന്ത്? വഹബ്. ബനു സുഹ്റ ഗോത്രക്കാരനായ വഹബിന്റെ മകൾ ആമിന ബീവി. അപ്പോ ബഹുമാനപ്പെട്ട ഖദീജ, ആമിന ബീവി ഏത് ഗോത്രക്കാരിയായിരിക്കും? പിന്നെ ബനു സുഹ്റ ഗോത്രക്കാരി. അപ്പൊ ബനു സുഹ്റ ഗോത്രക്കാരനാണ് ആര്? ഉപ്പ, അതായത് ആമിന ബീവിന്റെ ഉപ്പ വഹബ്. അടുത്ത് ഹാജർ ബിയുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം. ഹാജർ ബിയുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം, അദ്നാൻ, ഇസ്മായിൽ അലൈഹിസ്സലാം. ഹാജർ ബിയുടെ മകൻ ആരാണ്? ഇസ്മായിൽ അലൈഹിസ്സലാം. ഈ ഉത്തരം കൊണ്ട് നീങ്ങിയത് കേട്ടോ. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് AD 581, AD 571, AD 317. ഏതാ ശരി? 571. അപ്പോൾ ചോദ്യം അത്യാവശ്യം നല്ല ഒരു പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ച ഒരു ചോദ്യപേപ്പർ തന്നെയാണ് ഇത് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ കാക്കൊല്ല പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ടൈറ്റുള്ള ചോദ്യം തന്നെയാണിത്. ഇവിടെ ഈ ചോദ്യമൊക്കെ വളരെ പ്രതീക്ഷിക്കാത്ത ചോദ്യം. ബനു സുഹ്റ ഗോത്രക്കാരനാണ്. നമ്മൾ സാധാരണ ബനു സുഹ്റ ഗോത്രത്തിലെ വഹബിന്റെ മകൾ ആമിന ബീവി. അപ്പോൾ ആമിന ബീവിക്ക് നമ്മൾ ബനു സുഹ്റ മാച്ച് ചെയ്യും. പക്ഷെ ഇതിൽ ആമിന ബീവി ഉത്തരം തന്നെ അല്ല, അപ്പൊ കൺഫ്യൂഷൻ ആകും. അപ്പൊ ഏതാണ് ഉത്തരം? വഹബാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല ടൈറ്റുള്ള ചോദ്യം തന്നെയാണിത്. അടുത്ത നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, നബിയുടെ കുടുംബം ഏതാണ്? ഹാഷിം. അടുത്ത ഏറ്റവും ഉത്തമ സ്വഭാവത്തിന്റെ ഉടമ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ചെയ്യാൻ എത്തുന്ന സ്ഥലം മക്ക. പുണ്യജലം മാഉ സംസം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം തിങ്കളാഴ്ച. അടുത്ത ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. അടുത്ത അബവ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു. എന്താ ഇതുണ്ട്? രോഗം ബാധിച്ചു. അടുത്ത് ഖുസൈ ഖിലാബുൻ മുറത്തുൻ കഅബുൻ ലുഗൈ ഗാലിബു ഫിഹ്റുൻ മാലികുൻ നദറുൻ ഉഖൈ. നദറുൻ ഉഖൈ ആണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. കണ്ടില്ലേ? നദറുൻ ഉഖൈ. അടുത്തത് സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ എന്താണ്? ഇതാ ജലപ്രവാഹം ഉണ്ടായി. ജലപ്രവാഹം ഉണ്ടായി. അടുത്ത് മക്ക നഗരത്തിന്റെ മറ്റു 2 പേരുകൾ ഏതെല്ലാം? എന്താണ്? ഉമ്മുൽ ഖുറ, ബക്ക. കുഞ്ഞ് പിറന്ന ഉടനെ അബ്ദുൽ മുത്തലിബ് എന്താണ് ചെയ്തത്? എന്താ ചെയ്തത് കുഞ്ഞ് പിറന്ന ഉടനെ? കുഞ്ഞിനെ പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. പഠിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെട്ടത് എന്നാണ്? ജനിക്കുന്നതിന് 7 മാസം മുമ്പ് ഉപ്പ മരിച്ചു. അപ്പൊ ജനിക്കുന്നതിന്റെ 7 മാസം മുമ്പ്. മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സെത്ര? വെരി സിമ്പിൾ, 20 ആട്ടോ. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അബ്ദുൽ മുത്തലിബിന്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കലായിരുന്നു. അടുത്ത ക്രമത്തിലാക്കാം. അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫ്, അബൂഹു, മുൻതസിബ്, അബ്ദുല്ലാ, വഹാഷിം. അപ്പൊ ഇതാണ് വരി. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിം മുൻതസിബ്. ഈ വരിയാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യപേപ്പറിലേക്ക് പോവുകയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മാതാവ് ആരാണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാം മാതാവ്
ഹാജറ ബീവി, മാതാവ് പറഞ്ഞ ഉമ്മ അല്ലെ. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ ആരാണ്? ലംറത്ത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഖുറൈശ്. നമ്മുടെ നബിയുടെ കുടുംബം ഹാഷിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അടുത്ത് സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരമാണ് മക്ക. സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹമുണ്ട്. അതേ ചോദ്യം തന്നെ അല്ലെ. പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി. അടുത്ത് ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാനും ദിവസം സുവൈബത്തുൽ അസ്ലമിയയും ഡാഷ്. ഇത് കണ്ടങ്ങൾ മുലയൂട്ടി. ഇതാണ് ഇത് ചോദിച്ചു. എന്താണ് മുലയൂട്ടി? പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. സുവൈബത്തുൽ അസ്ലമി മുലയൂട്ടി എത്രയാണ്? ഏതാനും ദിവസം. അല്ലെങ്കിൽ ഏതാനും ദിവസം ഡാഷ് മുലയൂട്ടി. ആരാണ്? സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹു. പിന്നെ അടുത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ കുടുംബം പറഞ്ഞു അല്ലേ. പിന്നെ അടുത്തത് സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ പരിഷ്യൻ ചക്രവർത്തിയുടെ ഇസ്മായിൽ അലൈഹി സ്വലാം ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാനും ദിവസം സുഹൈബത്തുൽ അസ്ലമയെയും മുലയൂട്ടി. അടുത്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലപ്പാൽ നൽകിയത് എത്ര കാലമാണ്? 2 വർഷക്കാലം, 2 വയസ്സ് വരെ. അടുത്ത് സംസം ഉറവെടുത്തത് എവിടെ നിന്ന്? ഇസ്മായിൽ അലൈഹി സ്വലാം കരഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവെടുത്ത പുണ്യജലമാണ് മാവ് സംസം. എന്താണ്? ഇസ്മായിൽ അലൈഹി സ്വലാം കരഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന്. അടുത്തത് കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു? മറ്റേ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നമ്മൾ പഠിച്ചു. കുഞ്ഞിനെ പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയം പേർഷ്യയിൽ ഉണ്ടായ അത്ഭുതങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കണം, പേർഷ്യയിൽ ഉണ്ടായ അത്ഭുതമാണ് ചോദിക്കുന്നത്. കുറെ അത്ഭുതങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പേർഷ്യയിൽ ഉണ്ടായ അത്ഭുതം എന്തൊക്കെയാണ്? പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി. സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായി. ഇത് രണ്ടും നമ്മൾ പഠിക്കുക. പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി. സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനായി ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം ഏതാണ്? കഅബ. കഅബ എന്ന് എഴുതുമ്പോൾ അവസാനം താഴ് ഉണ്ടാവും കേട്ടോ. അടുത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിന്റെ മകൾ. ശരിയോ തെറ്റോ? ആമിന ബീവി വഹബിന്റെ മകളാണ്, അപ്പൊ തെറ്റില്ലേ. അടുത്ത് മക്ക നഗരത്തിന്റെ പേര് ഉമ്മുൽ ഖുറ. ശരി തന്നെ. അബ്ദുൽ മുത്തലിബിന്റെ ഗോത്രം ജുർഹും. അല്ല, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഗോത്രമാണ്. അല്ല, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും അല്ലെ. അടുത്ത അബ്ദുൽ മുത്തലിബിന്റെ ഗോത്രം അല്ല. അടുത്ത നബി തങ്ങൾക്ക് ജനിച്ച ദിവസം ബുധനാഴ്ച അല്ല, എന്താണ്? തിങ്കളാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച 8-ാം ദിവസം ആക്കി കടത്തു. 8-ാം ദിവസം അല്ല, 7-ാം ദിവസം. അടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന് അള്ളാഹു ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ തെരഞ്ഞെടുത്തു. ബാക്കി ഡാഷാണ്. ബാക്കി ഇതാ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന്. അപ്പൊ ഇതും കോപ്പി പിടിച്ചാൽ മതി. ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന് കിനാനയെയും പിന്നെ കിനാനയിൽ നിന്ന് ഇവിടെയും കിനാന കൊടുക്കണം. കിനാനയിൽ നിന്ന് ഖുറൈശിനെയും. അപ്പൊ ഇവിടെ ഖുറൈശിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു. അപ്പൊ ഓരോ വാക്കും 2 വട്ടം ആവർത്തിക്കും. ഇവിടെ കണ്ടില്ലേ? ഇസ്മായിൽ അലൈഹി സ്വലാം മക്കളിൽ നിന്ന് കിനാനയെയും കിനാനയിൽ നിന്ന്, അതേപോലെ ഖുറൈശിനെയും ഖുറൈശിയിൽ നിന്ന്, അങ്ങനെ വരും. അപ്പൊ ഇതാണ് 2 ചോദ്യപേപ്പർ നമ്മൾ നോക്കി, പ്രധാനപ്പെട്ടതൊക്കെ നോക്കി. ഈ ഭാഗങ്ങൾ തന്നെയാണ് അധികം ചോദ്യം വരിക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താരീഖ് 6 പാഠങ്ങളുണ്ട്. നന്നായി പഠിക്കണം. കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിക്കാതെ കുറച്ച് ടഫായ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനൊന്നും വരാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും ഞാൻ പ്രധാനപ്പെട്ടത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ ഡാഷ് എന്താ നാം പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. പഠിച്ചില്ലേ? പിന്നെ ഈ പാഠത്തിൽ നിന്ന് ചോദ്യം വരുന്നത് എന്താണ്? എത്ര പറഞ്ഞാലും പാടി, ഇതൊക്കെ നമുക്ക് അറിയണമായിരിക്കും. എത്ര പറഞ്ഞാലും പാടിയാലും കേട്ടാലും പൂതി തീരാത്തത്രയും ഗംഭീരമാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതൊക്കെ അറിയുന്നതാണ്. പിന്നെ ഇതെല്ലാവർക്കും അറിയില്ലേ? ഖുറൈശ്, ഹാഷിം, ഗോത്രം, കുടുംബം, അതൊക്കെ എല്ലാവർക്കും അറിയും. ഇനി ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമുണ്ട്.
ഏറ്റവും ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വലോകത്തിന് അനുഗ്രഹമാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വേണ്ടി നാളെ മഹ്ശറിൽ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യും ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പരിചയമില്ലാത്ത ചോദ്യം കണ്ട് നിങ്ങൾ അന്തം വിടരുത്. ഓക്കെ. അടുത്ത സൗദി അറേബ്യയുടെ പരിപാവനമായ നഗരമാണ് മക്ക, എല്ലാവർക്കും അറിയാം. പിന്നെ അള്ളാഹുവിന് ഭൂമിയിൽ ഇബാദത്ത് ചെയ്യാനായി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനമാണ് ഏത്? കഅബ. അടുത്തത് പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മുസ്ലിങ്ങൾ എത്തുന്ന എവിടേക്കാണ്? മക്കയിലേക്കാണ്. ആർക്കും അതൊക്കെ അറിയാത്തത്? അടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ പത്നി ആരാണ്? പത്നി ആരാ? പത്നി എന്ന് പറഞ്ഞാൽ ആരാ? ഭാര്യ. ആരാണ്? ഹാജറ ബീവി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ബീവി ഹാജറ ബീവി, അതിലുണ്ടായ മോനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അവിടെയാണ്. ഇവിടെയാണ്. എവിടെ? മക്കയിൽ. അന്ന് ദാഹജലത്തിനായി ഇസ്മായിൽ അലൈഹി സ്വലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവെടുത്ത പുണ്യജലമാണ് ഏത്? മാ ഉസംസം. മക്ക നഗരത്തിന്റെ മറ്റു പേരുകൾ ബക്ക, ഉമ്മുൽ ഖുറ. ഇവിടെ നോക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഞാൻ എന്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. മാ ഉസംസം ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ശരിയിടാനാണ്, പാഠത്തിന്റെ ചോദ്യമല്ല. ഇവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മാതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ആരാ? ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇസ്മായിൽ നബി സ്വലാം മാതാവ് ആരാ? ഹാജറ ബീവി. ഇനി ഇബ്രാഹിം നബിന്റെ ഭാര്യ എന്ന് ചോദിച്ചാൽ, പത്നി ചോദിച്ചാൽ എന്താ പറയുന്നത്? ഹാജറ ബീവി തന്നെ കേട്ടോ. അടുത്ത് ഉമ്മുൽ ഖുറ, ആദ്യ ഭവനം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആദ്യ ഭവനം ഏതാ? കഅബ ഷരീഫ്. പിന്നെ ജനന വിശേഷങ്ങൾ 6 പാടുണ്ട് പരീക്ഷയ്ക്കിട്ട്. 6 പാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ നടന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നികുണ്ഡം അണഞ്ഞുപോയി. പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പിണമായി. സാമാവ ചെരുവിൽ സമുദ്രതുല്യമായ ജലപ്രവാഹം ഉണ്ടായി. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. ഇനി ഇവിടെ സമാവ ചെരുവിൽ പൂരിപ്പിക്കാൻ വന്നാൽ ശ്രദ്ധിക്കുക. സമാവ ചെരുവിൽ ജലപ്രവാഹം ഉണ്ടായും പൂരിപ്പിക്കാം. ഒന്നില്ലെങ്കിൽ ജലപ്രവാഹം അല്ലെങ്കിൽ സമാവ ചെരുവ്, അങ്ങനെ വരിക. പിന്നെ ഇവിടെ ചക്രവർത്തിയുടെ സിംഹാസനം എന്തായി? തകർന്നു തരിപ്പണമായി. അടുത്തത് എപ്പോഴാണ് നബി തങ്ങളുടെ ഉപ്പ മരിച്ചത്? ജനിക്കുന്നതിന്റെ 7 മാസം മുമ്പ്. പിന്നെ ബനു സുഹ്റ, വഹബ്, അതൊക്കെ നമുക്ക് പഠിച്ചു. AD 571 ഏപ്രിൽ എത്രയാണ്? 21. റബിയുൽ അവ്വൽ 12 തിങ്കളാഴ്ച പ്രഭാതത്തോടടുത്ത സമയത്താണ് നബി ജനിച്ചത്. കുഞ്ഞിനെ പരിശോധന പഠിച്ചു. പിന്നെ 7-ാം ദിവസം അഖീഖ അറുത്തു. മുഹമ്മദ് എന്ന് പേരിടുകയും ഖുറൈശികളെ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു. എന്തൊക്കെ? 7-ാം ദിവസത്തിൽ അഖീഖ അറുക്കുകയും പിന്നെ മുഹമ്മദ് എന്ന് പേരിടുകയും ഖുറൈശികളെ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബീല, ഗോത്രം ഏതാണ്? ഖുറൈശ്. നബി തങ്ങൾ ജനിച്ച വർഷം AD 571. നബി തങ്ങൾക്ക് പേര് നൽകിയത് മുഹമ്മദ്. നബി തങ്ങളുടെ പിതാവ് മരണപ്പെട്ടത് ജനിക്കുന്നതിന്റെ 7 മാസങ്ങൾ. ഉത്തരങ്ങളൊക്കെ അവിടെ ഉണ്ട്. അടുത്തത് പൂരിപ്പിക്കാൻ മാച്ച് ദ ഫോളോയിങ് അറിയില്ലേ? ബനു സുഹ്റ, വഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം തിങ്കളാഴ്ച. അബ്ദുൽ മുത്തലിബ്, പിന്നെ പിതാമഹൻ അഖീഖ 7-ാം ദിവസം. സമാവാ താഴ്വര, ജലപ്രവാഹം. ഇനി ഈ പാഠത്ത് നിന്ന് നേരത്തെ വന്ന ചോദ്യമാണ്. അതായത് ജുർഹും ഗോത്രത്തിലെ അദ്നാൻ, ഖുറൈശ് ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ്. നബി തങ്ങളുടെ 20 ഉപ്പാപ്പമാരെ പേര് പഠിക്കണം. ഓക്കെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോന്റെ പേരെന്താ? ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഓക്കെ. പിന്നെ ജുർഹും ഗോത്രത്തിൽ ആരാണ്? ജുർഹും ഗോത്രത്തിൽ അദ്നാൻ. ഖുറൈശ് ഗോത്രത്തിൽ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ ഗോത്രം ഖുറൈശ്. അദ്നാന്റെ ഗോത്രം ഏതാ? ജുർഹും. അടുത്തത് പിന്നെ ആരാണ് ജുർഹും കുടുംബം എന്ന് അറിയില്ലേ? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെയും മാതാവിന്റെയും വംശപരമ്പര ഡാഷാണ്? പരിശുദ്ധമാണ്. അടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന് അള്ളാഹു ഡാഷ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ തെരഞ്ഞെടുത്തു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം മക്കളിൽ നിന്ന് കിനാനയെയും, കിനാനയിൽ നിന്ന് ഖുറൈശിയെയും, ഖുറൈശിൽ നിന്ന് എന്നെയും തെരഞ്ഞെടുത്തു. അടുത്ത പാട്ട് പഠിക്കുക. പാട്ട് ഇപ്പോൾ 2 വരി പരീക്ഷയ്ക്ക് വന്നു. അതെന്തായാലും പഠിക്കുക. അതിന് പുറമെ നിങ്ങൾ 1 വരിയും കൂടി പഠിക്കുക കേട്ടോ. 4 വരി പഠിച്ചാൽ വളരെ ഉഷാറായി. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കാബുൻ ലുഗൈ ഗാലിബു ഫിഹ്റുൻ മാലികുൻ നദറുൻ നുഖൈ
കിനാനത്തുൻ ഹുസൈമത്തും വമുദ്രിക ഇല്യാസു സുമ്മ മുദറും കുൻ മുദ്രിക നിസാറുഹും അദ്ദുഹും അദ്നാനു തർതീബുഹും മതാബിഹി തിബിയാനു. ഇത് മാച്ച് ചെയ്യാനാണ്. ഖുറൈശിൽ നിന്ന് തെരഞ്ഞെടുത്തു. ആരെ തെരഞ്ഞെടുത്തു? ഖുറൈശിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞെടുത്തു. സത്യനിഷേധികൾ ഉണ്ടാവില്ല ഏത് പരമ്പരയിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പരയിൽ. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ തെരഞ്ഞെടുത്തു. ആരെ? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ കിനാനയെ. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കേട്ടോ. അഞ്ചാമത്തെ പാഠം കുട്ടിക്കാലം. 3 ഉമ്മമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്തിട്ടുണ്ട്. 1 ആമിന ബീവി, 2 സുവൈബത്തുൽ അസ്ലമിയ, 3 ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. നബിന്റെ പോറ്റുമ്മ എന്നറിയപ്പെടുന്ന ആരാണ്? ഹലീമ ബീവിയാണ്. ഏതാനും ദിവസം സുവൈബത്തുൽ അസ്ലമിയയും എന്താക്കി? മുലയൂട്ടി. എന്താണ് അക്കാലത്ത് മക്കയിലുണ്ടായിരുന്ന പതിവ്? മക്കളെ മുലയൂട്ടി വളർത്തുന്ന ഗ്രാമീണ സ്ത്രീകളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ പോറ്റുന്നതിനായി ഏൽപ്പിക്കും. ആമിന ബീവി തന്റെ മകനെ ഏൽപ്പിച്ചത് ആരെയായിരുന്നു? ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയായിരുന്നു. 2 വയസ്സ് വരെ ഹലീമ ബീവി റളിയല്ലാഹു നബി തങ്ങൾക്ക് മുലപ്പാൽ നൽകി. എത്ര വയസ്സ് വരെ? 2 വയസ്സ് വരെ. എന്ത് നൽകി? മുലപ്പാൽ നൽകി. നബിതങ്ങൾ പോറ്റുമ്മയായ ഹലീമയുടെ റളിയല്ലാഹുവിന്റെ വീട്ടിലെത്തിയത് മുതൽ അവിടെ വലിയ ബർക്കത്തുകൾ ഉണ്ടായി. ഹലീമ ബീവിന്റെ വീട്ടിൽ വൃക്ഷങ്ങളിൽ ധാരാളം കായ്കനികൾ ഉണ്ടായി. പാൽ വറ്റി മലിഞ്ഞൊട്ടിയ ആടുകൾ ശരീരമെല്ലാം നന്നായി ധാരാളം പാൽ ചുരത്താൻ തുടങ്ങി. ഹലീമ ബീവിക്ക് മുല കുടിക്കുന്ന ഒരു മകനുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരാണ് ലംറത്ത്. നബി തങ്ങൾ വലതു മുലയിലെ പാൽ മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. കാരണം എന്ത്? ലംറത്തിന് കുടിക്കാൻ വേണ്ടി. പാലൂട്ടൽ കാലം കഴിഞ്ഞിട്ടും 2 വർഷം നബി തങ്ങൾ പോറ്റുമ്മയുടെയും കൂട്ടുകാരൻ്റെയും കൂടെ താമസിച്ചു. ഓക്കെ, അപ്പൊ പാലൂട്ടൽ കാലം കഴിഞ്ഞിട്ട് എത്ര വർഷം താമസിച്ചു? 2 കൊല്ലം. പിന്നെ ഹലീമ ബീവിന്റെ മറ്റൊരു മോന്റെ പേര് ലംറത്താണ്. പിന്നെ എന്തൊക്കെയാണ് ബർക്കത്തുകൾ ഉണ്ടായത്? വൃക്ഷങ്ങൾ ധാരാളം കായ്കനികൾ ഉണ്ടായി. പാൽ വറ്റി മലിഞ്ഞൊട്ടിയ ആടുകൾ ശരീരമെല്ലാം നന്നായി ധാരാളം പാൽ ചുരത്താൻ തുടങ്ങി. അടുത്ത ഇവിടെ ഒരു കഥ പറയുന്നുണ്ട് അല്ലെ. ഹലീമ ബീവിയുടെ മകൻ ലംറത്തും നബിതങ്ങളും ആട് മേയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ആരാ വന്നു? 3 ആളുകൾ വന്നു. അവർ നബിതങ്ങളെ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നബിയുടെ നെഞ്ച് പിളർത്തി. എന്താ അവർ ചെയ്ത്? നബിയുടെ നെഞ്ച് പിളർത്തി ഹൃദയം പുറത്തെടുത്തു. പുറത്തെടുത്തു. എന്താണ്? ഹൃദയം. ഒരു കറുത്ത രക്തക്കട്ട നീക്കം ചെയ്തു. കഴുകി വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കി അവർ മടങ്ങിപ്പോയി. മനുഷ്യരൂപത്തിലെത്തിയ മലക്കുകളായിരുന്നവർ. ഇവിടെ ചോദ്യം ഉണ്ടാവാറുണ്ട്, ആരായിരുന്നവർ? മനുഷ്യരൂപത്തിലെത്തിയ മലക്കുകൾ. മക്കയിൽ ഒരു പതിവായിരുന്നു എന്ത്? നബിതങ്ങൾ ഹലീമ ബിയുടെ അടുക്കൽ താമസിച്ചത് എത്ര കൊല്ലം? 4. ലംറത്തിന് നബിതങ്ങൾ പരിഗണിച്ചു എങ്ങനെ? അപ്പോ ഇവിടെ മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. ഹലീമ ബീവി മുലകുടി കാലം. എന്താണ്? കായ്കനികൾ ഉണ്ടായി. മലക്കുകൾ ഹൃദയം കഴുകി വൃത്തിയാക്കി. ലംറത്ത് കൂട്ടുകാരൻ. വൃക്ഷങ്ങളിൽ കായ്കനികൾ ഉണ്ടായി. പിന്നെ പാലൂട്ടൽ കാലം കഴിഞ്ഞു. പിന്നെ 2 വർഷം താമസിച്ചു. ഹലീമ ബീവി ആരാണ്? മുലയൂട്ടൽ. ഓക്കെ. മാതാവിന്റെ വിയോഗം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, എത്രാം വയസ്സിലാണ് നബിതങ്ങൾ ഉമ്മയോടൊപ്പം മദീനയിൽ പോയത്? 6-ാം വയസ്സിൽ. എത്ര? 6-ാം വയസ്സുള്ള മദീനയിലേക്ക് യാത്ര പോകും. കൂടെ ആരുണ്ടായിരുന്നു? ഉമ്മു ഐമൻ. പഠിച്ചു വെച്ചോ. 6-ാം വയസ്സിൽ ഉമ്മു ഐമൻ ഉണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കലായിരുന്നു ഉദ്ദേശം. ആമിന ബീവി ഉണ്ട്, ഉമ്മു ഐമൻ ഉണ്ട്, നബി ഉണ്ട്. ഓക്കെ. 1 മാസം അവർ മദീനയിൽ താമസിച്ചു. എത്ര മാസം? 1 മാസം. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീന്തൽ പഠിച്ചു. നബി തങ്ങൾ നീന്തൽ പഠിച്ച എവിടുന്നാണ്? മദീനയിൽ നിന്ന്. മദീനയിൽ വെച്ച് ഒരു ജൂത പണ്ഡിതൻ നബി തങ്ങളെ കണ്ടുമുട്ടി
തൗറാത്തിൽ ഒരു അന്ത്യപ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ടെന്നും ആ പ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ കുട്ടിയിൽ കാണുന്നുണ്ടെന്നും അദ്ദേഹം നബി തങ്ങളെ കൂടെ ഉള്ളവരെ അറിയിച്ചു. അപ്പോൾ ആരാണിത് പറഞ്ഞത്? ജൂത പണ്ഡിതൻ. മറ്റാരെങ്കിലും കുട്ടിയെ ഇപ്രകാരം തിരിച്ചറിഞ്ഞ് കുട്ടിയെ അപായപ്പെടുത്താൻ ഈ ഇടവരുമെന്ന് മനസ്സിലാക്കി അവർ മദീനയിൽ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചു. മടക്കയാത്രയിൽ ഡാഷ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആമിന ബീവിക്ക് രോഗം ബാധിച്ചു. അബവാ ഏതാ സ്ഥലത്തിൻ്റെ ഒരു അബവാ ആമിന ബീവി അബവാ ആമിന ബീവിക്ക് രോഗം ബാധിച്ചു. അവിടെ വെച്ച് തന്നെ അവർ വഫാത്തായി. അവിടെ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. അന്ന് അവർക്ക് 20 വയസ്സായിരുന്നു. കുട്ടിയുമായി ഉമ്മ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ആരെയാണ് ഏൽപ്പിച്ചത്? അബ്ദുൽ മുത്തലിബിനെ. ആരാ കൊണ്ടുപോയത്? ഉമ്മ. ആരാ വഫാത്തായത്? ആമിന ബീവി. എത്രാമത്തെ വയസ്സായാലും വഫാത്തായത്? 20 വയസ്സിൽ. എവിടുന്ന രോഗം ബാധിച്ച്? അബവാ. അവിടെ തന്നെ മറവ് ചെയ്തു. ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് മദീനയിൽ വെച്ച്. തെറ്റ്. ആമിന ബിയുടെ ഖബർ അബവായിലാണ്. ശരി. മരണപ്പെടുമ്പോൾ ആമിന ബിയുടെ വയസ്സ് 20 ആയിരുന്നു. ശരി. നബിതങ്ങൾ മദീനയിൽ വെച്ച് നീന്തൽ പഠിച്ചു. ശരി. ഉമ്മയോടൊപ്പം നബിതങ്ങൾ മദീനയിൽ താമസിച്ച കാലം 3 മാസം അല്ലേ? ഇവിടെ പറഞ്ഞല്ലേ? അല്ല, 1 മാസം അവർ ഒരു മാസം അവർ മദീനയിൽ താമസിച്ചു. ഉമ്മ ഐമൻ കുട്ടിയെ എന്ത് ചെയ്തു? എന്താണ് ചെയ്തത്? മക്കയിൽ എത്തിക്കുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഉമ്മ മരണപ്പെടുമ്പോൾ നബിതങ്ങളുടെ പ്രായം എത്ര നബിതങ്ങളുടെ പ്രായം? അത് നല്ല ചോദ്യം കേട്ടോ. ഉമ്മ മരണപ്പെടുമ്പോൾ നബിതങ്ങളുടെ പ്രായം എത്ര 6 വയസ്സ് അല്ലേ? കാരണം എന്താ? 6-ാം വയസ്സുള്ള കാലാണ് ആമിന ബീവി എന്ത് ചെയ്തത്? മോനെയും കൂട്ടിയിട്ട് എവിടേക്ക് പോയത്? മദീനയിലേക്ക് പോയത്. അവിടുന്ന് തിരിച്ചു വരികയല്ലേ? 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരികയല്ലേ? അപ്പൊ 6-ാം വയസ്സ് തന്നെ അല്ലേ? പിന്നെ ഉമ്മു ഐമൻ കുട്ടിയെ ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ജൂത പണ്ഡിതൻ. പരീക്ഷയ്ക്ക് ചോദ്യോത്തരങ്ങൾ ഉണ്ടല്ലോ, ഓരോ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കട്ടോ. ലംറത്തിന് നബിതങ്ങൾ പരിഗണിച്ചു. എങ്ങനെ വരാൻ സാധ്യത ഉണ്ട്? എന്താ കാരണം? എങ്ങനെ